ക്യാമറയും ഒന്നും കളയാനില്ല. ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലെവലാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു എന്നിങ്ങനെ തോന്നുക. എൻ്റെ പെർഫോമൻസ് അല്ല, ബാക്കി എല്ലാവരുടെയും അടിപൊളിയാണ്. സ്വാഭാവികമായിട്ടും നല്ല പടം എന്ന് പറയാൻ പറ്റും. ഒരുപാട് പുതുമുഖങ്ങളുണ്ടല്ലോ. അതെ, ഞാനടക്കം ഒരു പുതുമുഖമാണ്. ഇതിൽ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇനി ബാക്കിയുള്ള പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ട. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പടം കണ്ട് എനിക്ക് തോന്നുന്നു കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്ര വളരെ ഡിഫറെൻറ്റ് മൂവിയായിരുന്നു. നമ്മൾ സാധാരണ കാണാത്ത ഒരു വളരെ ഡിഫറെൻറ്റ് ത്രില്ലർ മൂവി. സസ്പെൻസും എല്ലാ ഇമോഷൻസും അതിനകത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫീലിങ്സ്. പിന്നെ ഇമോഷണൽ ഇങ്ങനെ ത്രില്ലർ മൂവിയിൽ ഇത്ര ഇമോഷണലായിട്ട് വരുന്ന ഒരു സീൻസും സീക്വൻസൊക്കെ ഉണ്ടായത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ ഒരു മൂവി ബെസ്റ്റ് മൂവിയായിരുന്നു എല്ലാം കൊണ്ടും. താങ്ക് യു. ഇന്ദ്രജിത്ത് ബെസ്റ്റായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എല്ലാ രീതികളും എല്ലാ ഇമോഷൻസും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. ബെസ്റ്റ്. താങ്ക് യു. ആക്ട് ചെയ്ത മൂവിയാണത്. ഇതിൽ ആക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് പ്രൗഡും സന്തോഷമൊക്കെ തോന്നും. നല്ല മൂവിയാണ്. ക്രൈം ത്രില്ലറാണ്. ഇമോഷണലി കുറച്ച് നമ്മളെ പിടിച്ചു കുലുക്കുന്ന മൂവിയാണ്. ഞങ്ങൾക്ക് കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. കരയാൻ പറ്റാതിരുന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇല്ല അധികം പറയാൻ പറ്റില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ പുറത്ത് വരും. പിന്നെ ഇന്ദ്രേട്ടൻ ഒരു രക്ഷയില്ല. ഇന്ദ്രേട്ടൻ, നിഷാന്തേട്ടൻ, ദിവ്യ, റെബ, പിന്നെ കുറച്ച് പേരുണ്ട്, ആജു ചേട്ടൻ, ആഷി, എല്ലാവരും. പിന്നെ കുറേ പയ്യന്മാർ, ഇവരും എല്ലാവരും അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പടം സൂപ്പർ. ഇതെന്തായാലും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഉറപ്പാണ്. കാരണം ഈവൻ ഫസ്റ്റ് ഹാഫ് വരെയും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. അതിൻ്റെ സെക്കൻഡ് ഹാഫും അതേപോലെ ഗ്രിപ്പിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ എല്ലാം കഴിഞ്ഞല്ലോ എന്ന്. ബട്ട് ബാക്ക് ടു ബാക്ക് ഫുൾ സസ്പെൻസ് ആണ്. ഇന്ദ്രേട്ടൻ പോലീസ് വേഷത്തിൽ ഡയറക്ഷൻ അടിപൊളി, സ്ക്രിപ്റ്റ് അടിപൊളി, വിജയം അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ വിചാരിക്കുന്നു. ഐ തിങ്ക് ആൻഡ് എല്ലാവരും ഇതിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരയ്ക്കുള്ള എല്ലാവരും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമ്മളത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദോസ് ടു ദ ടീമാണ്, ടീം വർക്കാണ്. എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫ് രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടിട്ട് ബാക്കി അറിയാം. ഒരു പടത്തിൻ്റെ വെള്ളിത്തിരയിൽ ഞങ്ങൾ എത്തിപ്പെട്ടതിൽ സന്തോഷം. അത് നിങ്ങൾ കാണാൻ വെച്ചായിരുന്നല്ല, ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ പുറകിൽ കുറേ കഥകളുണ്ട്. ജിതിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, നമ്മുടെ സുഹൃത്ത്, അവൻ ഇതിനൊരു വേഷം തന്നതിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ജിതിനെ പരിചയപ്പെടാൻ കാരണം വിക്കിയാണ്. വിക്കിന് മറക്കാൻ പറ്റില്ല. എന്നെ ഞാൻ വല്ലനാട്ടിൽ കിടന്ന് എന്നെ കണ്ണൂരിലേക്ക് എത്തിച്ചത്, കണ്ണൂരിലുള്ള എൻ്റെ സ്വന്തം കൂട്ടുകാരാക്കിയത്, നാട്ടുകാരാക്കിയത് ഇപ്പോൾ വീട്ടുകാരാണ്. അടിപൊളിയാണ്. ജിതിനെ കുറിച്ച് എനിക്ക് പണ്ട് തൊട്ട് നല്ല അഭിമാനമാണ്. ജിതിൻ്റെ ചെമ്പകവനയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അവൻ്റെ ഒരുപാട് ഷോർട്ട് ഫിലിമിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. കർക്കശക്കാരനായിട്ടൊരു ഡയറക്ടറാണ്. ഫ്രണ്ട്ഷിപ്പ് മറ്റൊന്നുമല്ല, അവൻ്റെ വർക്കാണ് പറഞ്ഞത്. അവൻ്റെ ആ ഡെഡിക്കേഷൻ അവന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ട്രോഫിയാണിത്. ശരിക്കും പറഞ്ഞാൽ അവൻ ഡിസേർവ് ചെയ്യുന്ന ഒരു വിജയമാണിത്. സീരിയസ് ആയിട്ട്.